കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ പകൽ മുഴുവൻ നീണ്ട ജോലി തിരക്കുകളിൽ സ്ട്രെസ്സിനും ശേഷം ബൈക്ക് നിർത്തി സുഭാഷ് വീടിന്റെ പടി കടന്നു വരുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം തോന്നിയിരുന്നു. സാധാരണ ഈ സമയത്ത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ നികേഷിന്റെ ഒരു ചിരിയോ അവന്റേതായിട്ട് എന്തെങ്കിലും തമാശകളോ കേൾക്കാറുള്ളതാണ്. എന്തുപറ്റി വീടിന് ഒരു ഇരുണ്ട മൂകത, വീടിന് പൊതിഞ്ഞു നിൽക്കുന്നത് പോലെ അവന് തോന്നി. മുൻവാതിൽ തുറന്നു കിടക്കുന്നുണ്ട്, അകത്ത് വലിയ അനക്കങ്ങളൊന്നുമില്ല. നികേഷെ സുഭാഷ് ഉറക്കെ വിളിച്ചു നോക്കി. യാതൊരുവിധ മറുപടിയില്ല. ബാഗ് ഹാളിലെ കസേരയിലേക്ക് വെച്ച് സുഭാഷ് വേഗം മുറിയിലേക്ക് നടന്നു. അകത്തേക്ക് കയറി അവൻ കണ്ടത് കാഴ്ച ഹൃദയഭേദകമായിരുന്നു. കട്ടിലിൽ ഒരു കട്ടിപ്പുതപ്പും പുതച്ച് ചുരുണ്ടു കൂടി കിടക്കുകയായിരുന്നു നികേഷ്. അടുത്തു ചെന്ന് അവന്റെ നെറ്റിയിൽ തൊട്ടു നോക്കുമ്പോൾ സുഭാഷിന്റെ കൈകൾ അങ്ങ് പൊള്ളി. നല്ല പനി, കടുത്ത വിറയൽ കാരണം ആ കിടക്ക പോലും ഇളകുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് അവൻ അറിയാതെ ഇങ്ങനെ ഞെരുങ്ങുന്നുണ്ട്. എടാ മോനെ, എന്താടാ ഇത്? സുഭാഷിന്റെ ശബ്ദത്തിൽ പരിഭ്രമം നിറഞ്ഞു. രാവിലെ ജോലിക്ക് പോവാനിറങ്ങുമ്പോൾ അവന് ചെറിയൊരു ക്ഷീണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവനെ നോക്കാൻ സുധീഷിനെ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുമാണ് സുഭാഷേട്ടൻ പോയത്. കൃത്യസമയത്തിന് മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തോളാമെന്നും യാതൊരു പേടിയും വേണ്ട എന്നും താൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ അവൻ വലിയ വായിൽ ഉറപ്പു നൽകിയിരുന്നു. എന്നിട്ടിപ്പോ എവിടെ അവൻ? ജലരേഖ പോലെ അവന്റെ വാക്കുകൾ അപ്രത്യക്ഷമായിരുന്നു. സുഭാഷ് ദേഷ്യത്തോടെ വീടാകെ നോക്കി. സുധീഷിന്റെ ഒരു പൊടി പോലുമില്ല. അവൻ വീണ്ടും തന്റെ സ്വന്തം കാര്യം മാത്രം നോക്കി എങ്ങോട്ടേക്ക് മുങ്ങിയിരിക്കുന്നു. സുഭാഷിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് പോയി പച്ചവെള്ളത്തിൽ ഒരു തുണി നനച്ചിട്ട് വന്ന് നികേഷിന്റെ നെറ്റിയിൽ നിന്ന് ഇട്ടുകൊടുത്തു. അവന്റെ മുഖത്ത് വിയർപ്പ് തുടച്ചു മാറ്റി. കുറച്ചെന്തെങ്കിലും കഴിക്കുമോനെ, എന്നാലല്ലേ മരുന്ന് കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോയിട്ട് എന്തെങ്കിലും എടുത്തോണ്ട് വരാം, സുഭാഷ് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. വേണ്ട സുഭാഷേട്ടാ, എനിക്കൊന്നും വേണ്ട, നികേഷ് തളർന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ആ അവസ്ഥ കണ്ട സുഭാഷിന്റെ നെഞ്ചു പിരഞ്ഞു. പെട്ടെന്ന് ഒരു പനി വന്നാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഹോസ്പിറ്റൽ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിട്ടും നികേഷ് സമ്മതിച്ചില്ല. കുഴപ്പമില്ല എന്ന് അവൻ ഇടറുന്ന ശബ്ദത്തിൽ ആവർത്തിച്ചു. സുധീഷ് കാണിച്ച ആ ഒരു വലിയ ചതി സുഭാഷിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. ഇതേ സമയം നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ഹോസ്റ്റൽ മുറിയിൽ നിധി വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. ഓഫീസിൽ വന്ന് മുറിയിലേക്ക് എത്തിയതേയുള്ളൂ. ഫോണിൽ തുരുതുരാ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം സുധീഷിൻ്റെതാണ്. സോറി നിധി, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു. നിധി അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൾക്ക് അവനോട് കടുത്ത ദേഷ്യവും അവഗണനയുമാണെന്ന് തോന്നിയത്. പെട്ടെന്നാണ് അവളുടെ സുഹൃത്തും റൂംമേറ്റുമായ കുറച്ച് കടലാസുമായി അങ്ങോട്ടേക്ക് വന്നത്. അവരുടെ മുഖത്ത് ഒരു പ്രത്യേക ചിരിയും അതിശയവും ഉണ്ടായിരുന്നു. നിധി, നീ ഇതൊന്ന് നോക്കിക്കേ. താഴെ നിന്നൊരു ചേട്ടൻ എനിക്ക് തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാ. ഓരോരുത്തരും ഓരോ പേപ്പറുകൾ നിധിയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് കൊടുത്തു. നിധി അതെല്ലാം വാങ്ങിച്ചു തുറന്നു നോക്കി. ആ പേപ്പറുകളിലൊക്കെ നിരെ ഒരു വരി വലുതാക്കി എഴുതി വെച്ചിരുന്നു. ഐ ആം വെരി സോറി, ഐ ആം എക്സ്ട്രീംലി സോറി. നിധിക്ക് കാര്യം മനസ്സിലായി. അവൾ വേഗം തന്നെ ജനലിനടുത്തേക്ക് നിന്ന് താഴേക്ക് നോക്കി. അവിടെ താഴെ സുധീഷ് നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ ദയനീയമായി എന്തോ പറയാൻ ശ്രമിച്ചു. പക്ഷേ നിധിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം, ഒപ്പം വല്ലാത്തൊരു അപമാനവുമാണ് തോന്നിയത്. മനഃപൂർവ്വം തന്നെ തന്റെ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്താനാണ് അവൻ ഈ പ്രകോപനങ്ങളൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ അവൾക്ക് തോന്നി. കൂട്ടുകാരികളോട് കൂടുതലൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ അവൾ വേഗം ആ പേപ്പറും വലിച്ചു വാരി നേരെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ദിവ്യ അങ്ങോട്ടേക്ക് വന്നു. നിധിയുടെ മുഖത്തെ ഭാവമാറ്റവും ദേഷ്യമൊക്കെ അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്താ നിധി പ്രശ്നം? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ ചെറുപ്പക്കാരൻ ആരാ? നിന്റെ കാമുകരാണോ? അതോ നീ നേരത്തെ നിന്റെ വീട്ടിലെ ആരെങ്കിലും ആണോ? എന്തിനാ അവനിങ്ങനെ വന്ന് ഇത്രമാത്രം നിന്നോട് സോറി പറയുന്നത്? ഇന്നത്തെ കാലത്ത് ഒരാൾ ഇത്രയും താഴ്ന്നു വന്ന് സോറി പറയണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു കാരണമുണ്ടാവുമല്ലോ. ദിവ്യയുടെ ചോദ്യങ്ങൾ ശരങ്ങൾ പോലെയാണ് വന്നത്. എന്തുത്തരം കൊടുക്കണമെന്ന് നിധിക്കറിയില്ലായിരുന്നു. അവൾ പരിങ്ങി. ഏയ്, അങ്ങനെയൊന്നുമില്ല ദിവ്യേ, ഒരു പ്രശ്നവുമില്ല. അയാൾക്ക് എന്തോ അബദ്ധം പറ്റിയതാ. ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. നിധി വളരെ പണിപ്പെട്ടുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. തന്റെ കഴുത്തിൽ അവൻ ബലമായി താലി ചാർത്തിയ ആ ഒരു കറുത്ത ദിനത്തെക്കുറിച്ച് അവൾ ദിവ്യയോട് പോലും പറയാൻ കഴിയില്ലല്ലോ. ആ വീട്ടിൽ താൻ അനുഭവിച്ച സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം അവളുടെ മനസ്സിൽ ഇരിച്ചു കയറി. ദിവ്യ പുറത്തേക്ക് പോയ ശേഷം നിധി വീണ്ടും ജനലിലൂടെ താഴേക്ക് നോക്കി. സുധീഷ് അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൾ കട്ടിലേക്ക് വന്ന് വീണു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറക്കം വന്നില്ല. ഒരിക്കലും ആഗ്രഹിക്കാതെയാണ് സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതിനുശേഷം ഉണ്ടായ പുകലുകൾ, ആ വീട്ടിൽ താൻ ഇത്രയും കാലം ജീവിച്ച ഓർമ്മകൾ, സുഭാഷേട്ടന്റെ കരുതൽ, നികേഷിന്റെ കുസൃതികൾ, ഹരീഷിന്റെ സംസാരം, ആ വീടും അവിടുത്തെ മനുഷ്യരും അവളുടെ മനസ്സിൽ നിന്നും മായുന്നേയില്ല. അതവളെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. രാത്രി കുറച്ചുകൂടി ഇരുട്ടി. ആ വീട്ടിൽ നികേഷിന്റെ അവസ്ഥ വല്ലാതെ മോശമായിരുന്നു. ഹരീഷും സുഭാഷും കൂടി അവനെ പതുക്കെ താങ്ങി പിടിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള കരുത്ത് അവനുണ്ടായിരുന്നില്ല. തിരികെ ഹാളിലെ കസേരയിലേക്ക് വന്ന് അവനെ കൊണ്ടിരുത്തി. ഇവിടെ ഇരിക്ക്, ഞാൻ കുറച്ച് കഞ്ഞി എടുത്തുകൊണ്ട് വരാമെന്ന് സുഭാഷേട്ടൻ പറഞ്ഞു. എനിക്ക് വേണ്ട സുഭാഷേട്ടാ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, നികേഷ് വീണ്ടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുമെന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് യാതൊരു കൂസലുമില്ലാതെ സുധീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്.
അവനെ കണ്ടപ്പോൾ ഹരീഷിന്റെ നിയന്ത്രണം വിട്ടു. വന്നിരിക്കുന്നു. എവിടെയാടാ ഇത്ര നേരം നീ തെണ്ടിക്കൊണ്ട് നടന്നത് വരുന്നത്? നിനക്കൊക്കെ വല്ല നാണവുമുണ്ടോ ഇങ്ങനെയൊക്കെ ഇവിടെ നിൽക്കാന്? ഹരീഷ് പൊട്ടിത്തെറിച്ചു. സുധീഷ് ഒന്നും അറിയാത്തതുപോലെ നികേഷിനോട് ചെന്നു. എന്താടാ, എന്ത് പറ്റി നിനക്ക്? അവൻ നികേഷിന്റെ തോളിൽ തൊടാൻ ശ്രമിച്ചു. മാറി നിൽക്കടാ അങ്ങോട്ടേക്ക്. നികേഷ് ദേഷ്യത്തോടെ അവന്റെ കയ്യങ്ങ് തട്ടിമാറ്റി. എന്നോട് സംസാരിക്കാൻ വരരുത്. നികേഷ് അവനോട് കടുത്ത ദേഷ്യമായിരുന്നു. സുഭാഷ് വരെ സുധീഷിന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എന്താണ് നീ കാണിച്ചു വെച്ചത് ഈ തെമ്മാടിത്തരം? രാവിലെ ഞാൻ നിന്നോട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത്? കൃത്യസമയത്ത് മരുന്നും ഭക്ഷണമൊക്കെ കൊടുത്തോളാമെന്ന് നീ ഏറ്റതല്ലേ? ഞാൻ പടിയിറങ്ങിയതു നീ അങ്ങ് ഇറങ്ങിപ്പോയല്ലേ? ഒരാളെ നോക്കാൻ ഏൽപ്പിച്ച ആ രോഗി മരിച്ച് അടിയന്തരം കഴിഞ്ഞിട്ടാണോ നീ വീട്ടിലേക്ക് എത്തുന്നത്? സുഭാഷിന്റെ ശബ്ദം ആ വീടിന്റെ ചുമരുകളെ വിറപ്പിച്ചു. എന്താ സുഭാഷേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഇവന് ഇത്രമാത്രം പനിയുണ്ടെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. സുധീഷ് തർക്കിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നിനക്കൊന്നും അറിയില്ലല്ലോ. നിന്നോട് ചോദിച്ച എപ്പോഴും ഇതേ മറുപടിയല്ലേ ഉള്ളൂ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? മര്യാദക്ക് ഇവിടെ നിന്ന് ഇവനെ നോക്കാമായിരുന്നില്ലേ നിനക്ക്? സുഭാഷ് അവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു. ഹരീഷും വെറുതെ ഇരുന്നില്ല. ബന്ധങ്ങൾക്ക് വല്ല വിലയും കൽപ്പിക്കുന്നവരോടല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പണ്ട് മുതലേ നിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സ്വന്തം കാര്യം വരുമ്പോൾ തോന്നിയ വഴിക്കങ്ങ് പോവും. ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറയണമായിരുന്നു. അല്ലാതെ ഒരു കാര്യം ഏറ്റിട്ട് ഇങ്ങനെ പാതി വഴിയിലിട്ട് പോവാണോ വേണ്ടത്? വാക്കുകൾ അതിരുവിട്ടു. സുധീഷും ഹരീഷും തമ്മിൽ വലിയൊരു വാക്കുതർക്കത്തിലായി. ഒടുവിൽ അതൊരു ഉന്തും തള്ളുമായി മാറി. രണ്ടുപേരും കൂടി ഹാളിൽ കിടന്ന് വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. തലവേദന എടുത്ത് ഭ്രാന്തി പിടിച്ചിരുന്ന നികേഷ് ആ അന്തരീക്ഷം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊന്നു സുഭാഷേട്ടാ, എന്നെ ആ മുറിയിലേക്കൊന്ന് കൊണ്ടുപോയി കെടുത്ത്. ഒരിറ്റ് സ്വസ്ഥവും സമാധാനവും ഇവർ തരില്ലെന്ന് വെച്ചാൽ ഞാൻ എന്തു ചെയ്യാനാ? അവൻ കരയുന്നത് പോലെ പറഞ്ഞു. നിർത്തിക്കൂടണ രണ്ടാളും. സുഭാഷ് ഉച്ചത്തിലങ്ങ് അലറി. കുറച്ചു നാളത്തേക്ക് ഈ വീട്ടിലൊരു സ്വസ്ഥതയുണ്ടായിരുന്നു. വീണ്ടും അതില്ലാതായി. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രണ്ടിനെ ഞാൻ എടുത്തിട്ടങ്ങ് അലക്കും. പറഞ്ഞേക്കാം. നാണമില്ലേ പോത്തുപോലെ വളർന്നിട്ട് ഇങ്ങനെ ഇന്ന് അടികൂടാന്? സുഭാഷ് വേഗം നികേഷിന്റെ കയ്യും പിടിച്ച് മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ നിൽക്കുമ്പോൾ നികേഷിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവന് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. തന്നെ നോക്കാൻ ഇപ്പോൾ ആരുമില്ല. നിധിയെടുത്തി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ പനി വന്നപ്പോൾ രാപ്പകലില്ലാതെ അവൾ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നികേഷിന് അവളുടെ ഓർമ്മകൾ വല്ലാതെ നൊമ്പരമുണ്ടാക്കി. പാതിരാത്രി ഹോസ്റ്റൽ മുറിയിൽ നിധി ഉറങ്ങാൻ കഴിയാതെ ജനലിലൂടെ പുറത്തേക്ക് ഇരുട്ടത്തേക്ക് നോക്കി കിടക്കുമായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ നികേഷ് എന്ന പേര് കണ്ടപ്പോൾ അവൾ ഞെട്ടി. ഈ പാതിരാത്രി അവൻ എന്തിനായിരിക്കും വിളിക്കുന്നത്? അവൾ വേഗം ഫോൺ എടുത്തു. മറുതലത്തിൽ നികേഷ് കരയുന്നുണ്ടായിരുന്നു. എന്താടാ, നിനക്ക് എന്തു പറ്റി? നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിധി പരിഭ്രാമത്തിലായി. ഒന്നുമില്ല നിധിയെടുത്തി. അത് പിന്നെ എനിക്ക് നല്ല പനിയാണ്. അവന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. പനിയോ? എന്നിട്ട് മരുന്നൊന്നും വാങ്ങിച്ചില്ലേ നീ? സുഭാഷേട്ടൻ ഗുളികയൊക്കെ തന്നു. പക്ഷേ പകൽ എന്നെ നോക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. സുഭാഷേട്ടൻ സുധീഷിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. പുള്ളി എങ്ങോട്ടോ തോന്നിയാസം പറഞ്ഞു പോയി. എന്തു ചെയ്യാനാ? നിധിയെടുത്തി ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ എന്റെ പനിയൊക്കെ വേഗം മാറിയനെ. അവൻ കുട്ടികളെ പോലെ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ നിധിയുടെ നെഞ്ചിൽ വല്ലാത്ത അങ്ങ് കൊണ്ടു. അവൻ അത്രക്ക് വിഷമമുള്ളതുകൊണ്ടാണ് ഈ പാതിരാത്രിക്ക് തന്നെ വിളിച്ചത് എന്ന് അവൾക്കറിയാം. അവളുടെ കൂട്ടത്തിൽ എവിടെയും അവൻ ചെല്ലുമായിരുന്നു. ഇപ്പോൾ അവനൊരു വയ്യായിക വന്നപ്പോഴേക്കും താൻ ഹോസ്റ്റലിലായി പോയല്ലോ എന്ന് അവൾക്ക് സങ്കടം തോന്നി. എടാ മോനെ, ഞാൻ ഇവിടെ ഹോസ്റ്റലിലായി പോയില്ലേ? എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടത്തിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? എനിക്ക് ഏട്ടത്തിയൊന്ന് കാണാൻ തോന്നുന്നു. ഏട്ടത്തി ഇവിടെ വേണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവന്റെ ആഗ്രഹത്തിനു മുന്നിൽ നിധിക്ക് എന്തു മറുപടി പറയണമെന്നറിയാതെയായി. അത് പിന്നെ മോനെ, ഞാൻ ഹോസ്റ്റലായതുകൊണ്ടല്ലേ? സാരമില്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് നിധിയെടുത്തെ കാണാൻ വല്ലാതെ തോന്നി, അതുകൊണ്ട് വിളിച്ചതാ. ഏട്ടത്തി റെസ്റ്റ് എടുത്തോ, കിടന്നുറങ്ങിക്കോ. അവൻ സങ്കടത്തോടെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. നിധിക്ക് ആ രാത്രി വല്ലാത്തൊരു ശൂന്യതയാണ് സമ്മാനിച്ചത്. പിറ്റേ ദിവസം നേരം വെളുത്തതേയുള്ളൂ. കുളിയൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് നിധി നേരെ ചെന്നത് സുഭാഷേട്ടന്റെ വീട്ടിലേക്കാണ്. വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിന് മുന്നിൽ ചായ തിളപ്പിക്കുകയായിരുന്നു സുഭാഷ്. ഹാളിൽ ഭാസ്കരൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് വാതിൽക്കൽ നിധിയെ കണ്ട് ഭാസ്കരൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ അവളെ നോക്കി. മോളെ, നീ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പോന്നോ? ഭാസ്കരൻ സ്നേഹത്തോടെ ചോദിച്ചു. ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് സുഭാഷ് തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ വന്നിരിക്കുന്ന നിധിയെ കണ്ട് ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി. അവൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. നിധി അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് നേരെ നടന്നത് നികേഷിന്റെ മുറിയിലേക്കാണ്. നികേഷ് നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ പതുക്കെ ചെന്ന് അവനെ വിളിച്ചുണർത്തി. നികേഷ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ സ്വപ്നം കാണാണോ എന്ന് അവൻ സംശയമായിരുന്നു. നിധിയേട്ടത്തി. അവന്റെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും ഒരുമിച്ച് മിന്നി. അപ്പോഴേക്കു തൊട്ടടുത്ത കട്ടിൽ കിടക്കുന്ന സുധീഷിന്റെ ശബ്ദം കേട്ട് ഉണർന്നു. അവൻ കണ്ണുകൾ തിരുമ്മി നോക്കുമ്പോൾ മുന്നിൽ നിധി വന്നു നിൽക്കുന്നു. എന്റെ ദൈവേ, ഞാൻ ഈ കാണുന്നത് സത്യമാണോ? സുധീഷിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു അന്താളിപ്പോടെ അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. നികേഷ് അവനെ നോക്കി പറഞ്ഞു. നീ കൂടുതൽ എക്സ്പ്രഷനൊന്നും ഇടണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിധിയേട്ടത്തി എന്നെ കാണാൻ വേണ്ടി വന്നതാ. ഇത് കേട്ട് സുധീഷ് ചോദിച്ചു. അല്ല, നിന്നെ കാണാനോ?
അതെ, എനിക്ക് പനിയാണെന്നുള്ള കാര്യം ഞാൻ നിധിയെടുത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഏട്ടത്തി എന്നെ കാണാൻ വന്നതായെന്ന് നികേഷ് അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും 2 കപ്പ് ചൂടുകാപ്പിയുമായി സുഭാഷേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. മോളെ ഇരിക്ക്, ഈ ചായ കുടിക്ക്, സുഭാഷേട്ടൻ പറഞ്ഞു. ചായ വാങ്ങി ഒരു കവിൾ കുടിച്ചപ്പോൾ നിധിയുടെ മുഖത്ത് വലിയൊരു ആശ്വാസം പടർന്നു. ഹാവു, ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത്, നിധി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊരു ടെൻഷനായിരുന്നു എന്നറിയോ. അവിടെ ഹോസ്റ്റലാണെങ്കിൽ ഇതുവരെ 4-1 രുചിയുള്ള ചായ പോലും കിട്ടില്ല. പക്ഷേ ഇവിടെ വന്ന് സുഭാഷേട്ടൻ്റെ കൈക്കൊണ്ടുള്ള ഈ ഒരു ചായ കുടിച്ചപ്പോൾ എന്തൊരു ഉന്മേഷമാണെന്നറിയോ. അതൊക്കെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന കുട്ടികൾക്കല്ലേ അതിൻ്റെയൊക്കെ വിഷമം മനസ്സിലാവുള്ളൂ. അവൾ അതിയായ സന്തോഷത്തോടെ തന്നെ സംസാരിച്ചു. അവളുടെ ആ ഒരു സംസാരവും ചിരിയുമെല്ലാം കേട്ടപ്പോൾ ആ വീട്ടിൽ അതുവരെ ഉണ്ടായിരുന്ന മൂകത പെട്ടെന്ന് മാറി. സുഭാഷേട്ടന്റെ മുഖത്ത് വലിയൊരു ചിരി വിടർന്നു. നിധിയെ കണ്ട സന്തോഷത്തിൽ നികേഷിന്റെ പകുതി പനിയും എങ്ങോട്ടേക്കോ പമ്പ കിടന്നിരുന്നു. അവളുടെ തിരിച്ചുവരവ് ആ വീടിന് നഷ്ടപ്പെട്ട സന്തോഷം തിരികെ നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.